കട്ടണം ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ 6ാം ദിവസം പാർവതി പരിണയ ചടങ്ങ് നടത്തി. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ഭരണിക്കാവ് ദേവീക്ഷേത്രത്തിലെ ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെ 6ാം ദിവസം പാർവതി പരിണയ ചടങ്ങ് നടന്നു. ക്ഷേത്ര എതിരേൽപ്പ് മണ്ഡപത്തിൽ നിന്നും പുറപ്പെട്ട പാർവതി പരിണയ ഘോഷയാത്ര യജ്ഞശാലയിൽ എത്തിയ ശേഷം സ്വയംവര ചടങ്ങ് നടത്തി. ഈ സമയം സ്വയംവരാർച്ചന, ഉമാമഹേശ്വര മന്ത്രാർച്ചന, പുടവ സമർപ്പണം, സ്വയംവര പൂജ എന്നിവയും നടന്നു. പാർവതി പരിണയ ചടങ്ങിന് ശേഷം സ്വയംവര സന്ധ്യയും നടന്നു. രാവിലെ ചണ്ഡികാഹവനം ഉണ്ടായിരുന്നു. വൈകിട്ട് സമൂഹ ലളിത സഹസ്രനാമ ജപം, നാമസങ്കീർത്തനം, ദീപാരാധന, അത്താഴപൂജ, ആത്മീയ പ്രഭാഷണം, മംഗളാരതി എന്നിവയും നടന്നു. വൈകിട്ട് 8 മണിക്ക് വരദക്ഷിണ കലാമണ്ഡലത്തിന്റെ നൃത്തരാവ് നടന്നു. രക്ഷാധികാരി സാജൻ കുന്നേൽ, ദേവസ്വം പ്രസിഡന്റ് MC രഘുനാഥ്, യജ്ഞസമിതി ഭാരവാഹികളായ ഗോപൻ ഭരണിക്കാവ്, S ഹരികുമാർ, K രഘുകുമാർ, വിജയകുമാർ KS, VK മോഹനൻ, KS കല്യാണകൃഷ്ണ പണിക്കർ, MB മീര, A ഗോപകുമാർ, സോമശേഖരൻ ഉണ്ണിത്താൻ, മനോജ് കുമാർ ഐശ്വര്യ, PJ പുരുഷോത്തമൻ പിള്ള, R കൃഷ്ണകുമാർ, S ഗോപാലകൃഷ്ണപിള്ള, J ജയകുമാർ, കരുണാകരൻ നായർ, ബ്രിജേഷ്, പ്രഭുകുമാരൻ പിള്ള, കുമാരപിള്ള, ജയപ്രകാശ് ഉണ്ണിത്താൻ എന്നിവർ നേതൃത്വം നൽകി. സമർപ്പണം നടക്കുന്നിടത്ത് നിന്ന് അല്പം പിന്നോട്ട് മാറി മാർക്ക് ഇരിക്കാനും അവിടെ ഇരിക്കാനുമുള്ള സ്ഥലങ്ങൾ ഒരുക്കി കൊടുക്കണം. മുൻപോട്ടിരിക്കരുത്, പറയുന്നതനുസരിച്ച് വേണം ഓരോരുത്തരും മുൻപോട്ട് വരാൻ. CD Net News, കായംകുളം.